Hello guys! Today we are exploring the nature with Mavur Chedikaka. Do you know what's special today? Today is World Environment Environment Day, Day. June 5. So now let's go and meet our Chedikaka. So please come with us. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ചെടിക്കാക്കൻ്റെ ചെടികളുടെ കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പോൾ നമ്മളുള്ളത് രുചി ഹോട്ടലിലാണ്. ചെടിക്കാക്ക് നമുക്കൊരു ചായ വാങ്ങിത്തരണമെന്ന് വല്ലാണ്ടൊരു ആഗ്രഹം. സോ നമ്മൾ രുചി എന്ന ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ചായ കുടിക്കുന്ന കാഴ്ചകളിലേക്ക് പോകാം. മക്കളെ ചായ എല്ലാവർക്കും കിട്ടിയോ? ചായ അപ്പോൾ എൻ്റെ വകയാണ് കേട്ടോ. ഗ്രീൻ വാലി കുട്ടികളെ കുട്ടിക്ക് ചെടിക്കാക്കൻ്റെ വക. നിങ്ങളെല്ലാവരും അതിന് പ്രാർത്ഥിക്കണം. ഇനിയും കുടിക്കാനും തരാനൊക്കെ. എല്ലാവർക്കും സന്തോഷമായില്ലേ? നിങ്ങൾ എത്ര കാലായി? ഞാൻ 18 വയസ്സ് തുടങ്ങി ചെടിയും മരങ്ങളും. എനിക്ക് ചെറുപ്പത്തിലേ എന്നോട് ഭയങ്കര ഒരു താല്പര്യമായിരുന്നു. അതുകൊണ്ട് പല സ്ഥലത്തും ചെടി നട്ടാണ്. ചെടി നട്ട സ്ഥലമാണെങ്കിൽ CH സെൻറ്ററിലുണ്ട് കുറച്ച്, ക്രിസൻ്റ് സ്കൂളിൽ, മാലറ സ്കൂളിൽ, കൽപ്പള്ളി പള്ളീൻ്റെ മുന്നിൽ, ഖബർസ്ഥാനം പള്ളിയിൽ 150 മരം അവിടെയുണ്ട് കുറച്ച് ചെടിയും. പിന്നെ CH സെൻറ്ററിലുണ്ട് ചൂലൂർ. പിന്നെ മാവൂര പള്ളീൻ്റെ മുന്നിൽ, മന്ദലക്കടവിൽ ഇളമരം, അതൊക്കെ ചെടികളുണ്ട്. ഒക്കെ സ്വന്തം മുടക്കും സ്വന്തം പണിയും. പിന്നെ ആരെങ്കിലും ജോലിക്ക് വിളിക്കും, അവർക്ക് പൈസയും കൊടുക്കണം. സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നതാണ്. സ്വന്തം ഇഷ്ടത്തിന് പൈസ ഒക്കെ ഞാൻ തന്നെ കൊടുക്കല്. നിങ്ങൾ എവിടുന്നാണ് ഈ നനക്കാനും? ഒരുപാട് ചെടികളില്ലേ, അപ്പൊ ഇതെല്ലാം നനക്കാനും ഇളമരം നനക്കാൻ വണ്ടിയിൽ വെള്ളം കൊണ്ടുവരില്ല, അതിന് പൈസ കൊടുക്കണം. എന്താണ് ഇങ്ങനെ ഒരു കാര്യം തുടങ്ങാൻ പ്രചോദനമായത്? ചെറുപ്പത്തിലെ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ കണ്ടമാനം മരം കുഴിച്ചിട്ടാണ്. നമ്മളെ വീട്ടിൽ മാവുണ്ട്, പിലാവുണ്ട്, തേക്കുണ്ട്, പിന്നെ റംബൂട്ടാനുണ്ട്, പിന്നെ ചാമ്പക്ക ഉണ്ട്, അങ്ങനെ പല ഇതും ഉണ്ട്. ഈ ഒരു യാത്രയിൽ നിങ്ങളെ ഒരു സംഭവം ഭയങ്കര ഇൻസ്പയർ ചെയ്ത്? അതല്ല, നിങ്ങൾ ഈ സംഭവം അറിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ വന്ന് നിങ്ങളെ കൂടെ ഞാൻ നിൽക്കേണ്ടി വന്നു ഒരു താല്പര്യം കൊണ്ടല്ലേ. അതായത് എനിക്ക് ആവില്ലാന്ന് പറഞ്ഞ് പോകാനൊന്നല്ലല്ലോ. ആരും വന്നാൽ വിളിച്ചാൽ ഇപ്പോൾ 2 മണിക്ക് എനിക്ക് പരിപാടി ഉണ്ട്, ഒരു ചാനലുകാർ വന്നാണ് വിളിച്ചു 2 മണിക്ക് വരണമെന്ന് പറഞ്ഞിട്ട്. ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ അധികം ഫോണിൽ അഡിക്റ്റ് ആണല്ലോ. പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേരാൻ എന്തെങ്കിലും? ഇതന്നെ പ്രകൃതി. ഞാൻ പറഞ്ഞില്ലേ 18 വയസ്സ് തുടങ്ങി. അത് പിന്നെ എനിക്കൊരു വലിയൊരു താല്പര്യമാണ്. ഈ ഒരു യാത്രയിൽ നിങ്ങൾക്ക് കുറേ നല്ല അനുഭവങ്ങളും കുറേ മോശപ്പെട്ട അനുഭവങ്ങളും ഉണ്ടായിരുന്നു? മോശപ്പെട്ട് വെച്ചാൽ അങ്ങനെ ആയിരുന്നു. മോശപ്പെട്ടെന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റാൻഡിൽ കുറച്ച് ചെടി വെച്ച് നഷ്ടപ്പെടുത്തേണ്ടി വന്ന് ചില വ്യക്തികളാണ് എടുത്ത്. അതൊക്കെ രണ്ടാമത് കളച്ച് കേട്ട് ഞാൻ ഇപ്പോൾ രണ്ടാമത് പുതിയ വെച്ച്. ഇതിനെതിരെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. എതിരെ നിൽക്കല്ല, എല്ലാവർക്കും ഉണ്ടാവില്ല അസൂയ. മൂപ്പർ അങ്ങനെ ചെടി വെച്ച് നടക്കണ്ട അങ്ങനെയുള്ള. അപ്പോൾ അത് അസൂയ എന്ന് പറയുമ്പോൾ ചെടിക്കിനോട് എല്ലാവർക്കും താല്പര്യമാണ്. പെണ്ണുങ്ങൾക്കൊക്കെ അവിടെ ബസ് കയറാൻ നിൽക്കുന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിനിടയിൽ ഒരു 10 മണി മുല്ലൊക്കെ പറിച്ചു പോവുകയും ചെയ്യും. ഇളമരത്തുനിന്ന് കുറേ ചെടി പോയി. ഇളമരം കണ്ടില്ല നല്ല പോലെ? അവിടെ വരില്ലേ ഇഷ്ടം പോലെ ചെടികൾ, പൂവൊക്കെ. ഏതായാലും നിങ്ങൾ പരിചയപ്പെട്ടു ബന്ധപ്പെട്ടു ഒക്കെ ഗ്രീൻ വാലി സ്കൂളിലെ കുട്ടികളെ ബന്ധപ്പെട്ട് വലിയ താല്പര്യമായി. നിങ്ങൾക്കും താല്പര്യമാവും വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മളെ നാട്ടില് പ്രകൃതിയോട് ഇണങ്ങിച്ചേരാനുള്ള ഒരു പ്രചോദനമായി മാറുന്നു വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം കൂടി ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മേൻ്റെ കുടുംബസംഘത്തിന് ചെയർമാൻ കൂടിയാണ്. അപ്പോൾ എല്ലാ കുടുംബമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടണം. ഇന്നലെ പിന്നെ നമ്മളവിടെ കുറച്ച് മാങ്ങ ഉണ്ടായി, ഒരു 100-200 മാങ്ങേൻ്റെ അടുത്ത് ഇന്നലെ വിതരണം ചെയ്ത് ഫ്രീ ആയിട്ട്.
പള്ളീൻ്റെ അടുത്തിട്ട് കൊണ്ടുവന്നിട്ട് പള്ളീൻ്റെ അടുത്ത് നിന്ന് 160 മാങ്ങ വിതരണം ചെയ്തു. പിന്നെ കുടുംബക്കാർക്കും അമ്മമാരോടും അയൽക്കാർക്കും ഒക്കെ കൊടുത്ത്. നമ്മളോട് ഉണ്ടായിട്ടാണ്, താല്പര്യം ഉണ്ടായതാ, കൊടുക്കാനും താല്പര്യം വേണം. വിൽപ്പന കുറവാണ് എന്തുണ്ടാക്കിയാലും. എനിക്ക് ഇടവിള കൃഷിക്കാരൻ എന്നൊരു അവാർഡൊക്കെ കിട്ടി. ഇടവിള കൃഷിക്കാരൻ? ആ, അത് അതിൻ്റെ ശേഷം ഒക്കെ പോയി പന്നി നശിപ്പിച്ച് പൂള, കാവത്ത്, ചേമ്പ്, കൈതച്ചക്ക, പിലാത്തിക്കു ഒക്കെ, മഞ്ഞൾ മാത്രം ബാക്കി. നിങ്ങളെ ഇതേപോലെ മാനസികാവസ്ഥയുള്ള ആളുകൾ ഈ ഭാഗത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ഒരു നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം വേറെയുള്ള ആളുകൾ ചെയ്യുന്ന കാണുമ്പോൾ അവരോടും നമുക്കൊരു കമ്പനി ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ആളുകളുണ്ടോ? ഒരുപോലെ താല്പര്യം എല്ലാവർക്കും ഉണ്ടാവില്ല. ഇത് മനക്കേടുണ്ട്, പൈസ എന്തായാലും ഉണ്ട്. അതാണ് പ്രശ്നം. കാരണം ഇത്രയും ഈ ഇപ്പോൾ നമ്മൾ ഈ കണ്ട പ്ലേസിലൊക്കെ നിങ്ങൾ ചെയ്തതിൽ സ്വന്തം ക്യാഷ് ചെലവഴിച്ചിട്ടാണല്ലോ. അങ്ങനെ അപ്പോൾ ആ ഒരു മാനസികാവസ്ഥ എല്ലാവർക്കും ഉണ്ടാവില്ല. എനിക്ക് പിന്നെ അതിനോട് ഒരു വെറിയില്ല, ഒരു പ്രയാസം തോന്നുന്നില്ല. ഞങ്ങൾ വിളിച്ചപ്പോൾ അങ്ങോട്ട് പോകുന്നത് എന്താ, താല്പര്യം ഉണ്ടായിട്ടല്ലേ. അതെ അതെ, എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞാൽ പോയാൽ പോരെ. ഇത്രയും നേരം ഞങ്ങളെ കൂടെ ഒരുപാട് സമയം ചെലവഴിച്ച്, ഒരുപാട് ബുദ്ധിമുട്ടും പണികളുണ്ടെങ്കിലും ഞങ്ങളെ കൂടെ സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഈ ചെടീൻ്റെ കറുവപ്പിലായതുകൊണ്ട് നേരം വൈകിയതിനോട് എനിക്ക് പ്രയാസമില്ല. പിന്നെ സ്കൂൾ കുട്ടികളല്ലേ, കുട്ടികൾക്ക് ഒരു പ്രയാസം വരരുതല്ലോ നമ്മൾ കൂടാഞ്ഞാൽ. World Environment Day is a global call to care for nature and take action against environmental challenges. Let's come together to build a cleaner, greener and more sustainable world for our future generations. Protecting the environment starts with small steps like reducing waste, planting trees, and saving water. Thank you for watching. This is me, Aisha. And this is me, Nuha, Signing off.